ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പിൽ വരുന്ന ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലീറ്റഡ് സ്കേർട്ടാണ്. ഒരു പ്ലീറ്റഡ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എത്ര മെറ്റീരിയൽ എടുക്കണം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അളവുകളാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഭാഗത്ത്, അതായത് വേസ്റ്റ് നമ്മൾ എവിടെ വെച്ചാണോ സ്കേർട്ട് ഉടുക്കുന്നത് ആ ഒരു ഭാഗത്തുള്ള റൗണ്ട് ഫുള്ളായിട്ട് എടുക്കണം. പ്ലസ് പിന്നെ നമുക്ക് സ്കേർട്ടിൻ്റെ നീളം ഇത്രയാണ് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് വേണ്ടത് 20 ഇഞ്ചാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വേസ്റ്റിൻ്റെ ബാൻഡ് അത് നമുക്ക് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമ്മുടെ ചോയ്സ് അനുസരിച്ച് കൊടുക്കാം. ചിലർ കുറച്ചും കൂടി വീതി കൂട്ടി കൊടുക്കാറുണ്ട്. ഇവിടെ ഞാനൊരു 2 ഇഞ്ചെന്ന് വിചാരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ താഴെ ഈ പ്ലീറ്റ് ഇടേണ്ട ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു 20ൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് അതിനോടൊപ്പം പ്ലസ് നമ്മുടെ സ്റ്റിച്ചിങ് മാർജിൻ എത്രയാണോ നമ്മൾ സ്റ്റിച്ചിങ് മാർജിൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ സ്റ്റിച്ചിങ് മാർജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലീറ്റ് നമ്മൾ ജോയിൻ്റ് ആക്കുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് മാർജിൻ പ്ലസ് താഴ്ഭാഗത്ത് ഇപ്പോൾ ചില കസവൊക്കെ വരുന്ന പാവാടയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടിഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നുമില്ല, ആകെ അരേഞ്ച് കൂട്ടിയാൽ മതി. അല്ല ഇതിപ്പോൾ കസവൊന്നുമല്ല, താഴ്ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കണമെങ്കിൽ അത് തുണിയുടെ അവൈലബിലിറ്റി അനുസരിച്ച്, ചിലപ്പോൾ തുണി കുറവാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് മടക്കാം, ഇല്ലെങ്കിൽ 2 or 2.5 അതും നമ്മുടെ ചോയ്സ് അനുസരിച്ച് കൊടുക്കാവുന്നുള്ളൂ. അത് എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിങ്ങനെ ഒരു സ്കേർട്ട് ചെയ്യണമെങ്കിൽ എത്ര തുണിയാണ് വേണ്ടതെന്നാണ് നോക്കേണ്ടത്. അതിന് മെയിനായിട്ട് വേണ്ടത് വേസ്റ്റ് റൗണ്ടാണ്. ഇവിടെ ഞാൻ ഏകദേശം ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കേർട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഞാനിവിടെ 20 ഇഞ്ചസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ആവറേജ് പ്ലീറ്റൊക്കെ ഉള്ള ഒരു സ്കേർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടിയാണ് നമുക്ക് മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ 20 × 3 ടൈംസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ വരുന്നത് 60 ഇഞ്ചാണ്. 60 ഇഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത് 39.37 വരുന്നത്. അത് നമുക്ക് റൗണ്ട് ചെയ്ത് 40 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ വേണ്ടത് 1.5 മീറ്റർ മെറ്റീരിയലാണ്. പിന്നെ കുറച്ചുകൂടി നന്നായിട്ട് പ്ലീറ്റ് കൊടുക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ 4 ഇരട്ടി എടുക്കാം. അപ്പോൾ 20 × 4 എടുക്കുകയാണെങ്കിൽ നമുക്ക് 80 ഇഞ്ചസ് വരും. അതായത് ടോട്ടൽ 2 മീറ്റേഴ്സാണ് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന സ്കേർട്ട് തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു കാൽക്കുലേഷനിൽ പിന്നെയും വ്യത്യാസം വരും. ചിലപ്പം ഈ കുട്ടിയുടെ ടോട്ടൽ സ്കേർട്ടിൻ്റെ നീളം തന്നെ 15 ഇഞ്ചൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ വാങ്ങുന്ന മെറ്റീരിയൽ ഇപ്പം സപ്പോസ് അത് 40 ഇഞ്ചുള്ളതാണെങ്കിൽ അത് പ്ലെയിൻ മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമാണ് കേട്ടോ. ഇപ്പം ഇതുപോലുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇതിൽ ബോർഡർ ഞാൻ പിന്നീട് വെച്ച് പിടിപ്പിക്കുന്നതാണ്, ഒരു ബ്രോക്കേഡിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് വെച്ച് പിടിപ്പിക്കുന്നതാണ്. ഇപ്പം ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്കിതിനിപ്പം നടുക്കൂന്ന് 2ആയിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടിയിട്ട് സെൻറ്ററിൽ ഒരു ജോയിൻ്റ് ഇട്ടിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ബോർഡർ ഇപ്പം ലേസ് വെക്കുകയോ അല്ലെങ്കിൽ അഡീഷണൽ ബോർഡർ നമ്മുടെ കയ്യിൽ ഇഷ്ടംമാതിരി ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഹാഫ് തന്നെ മതിയാവും. അങ്ങനെയുള്ളിടത്താണെങ്കിൽ നമുക്ക് ഈ 2 മീറ്റർ മേടിക്കുന്നതിന് പകരം 1 മീറ്റർ മേടിച്ചിട്ട് ജോയിൻ്റ് ഇട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടലി 2 മീറ്റർ എടുക്കുമ്പോൾ എത്ര പ്ലീറ്റ് കിട്ടുമോ അത്രയും തന്നെ പ്ലീറ്റ് നമുക്ക് കിട്ടും. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മളിപ്പോൾ മെറ്റീരിയൽ വാങ്ങാൻ പോവുകയാണെങ്കിൽ എത്ര വാങ്ങണം എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മുടെ കയ്യിൽ ഓൾറെഡി മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അതനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഈ പ്ലീറ്റിൻ്റെ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഒരു കുട്ടിയുടെ അളവെടുത്തിട്ട് ചെയ്യുന്നതല്ല, ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മെഷർമെൻറ്റിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പം നല്ല വീതിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനെ അതുപോലെ തന്നെ ഞാൻ 2ആയിട്ട് ഇങ്ങനെ ഒന്ന് സെൻറ്ററിൽ നിന്ന് മുറിച്ചിട്ട് ജോയിൻ്റ് ആക്കിയിട്ടാണ് ബാക്കിയുള്ള മെഷർമെൻറ്റൊക്കെ കാണിക്കുന്നത്. പിന്നെ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേസ്റ്റ് ബാൻഡിലേക്ക് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കുറച്ചൊരു ഓപ്ഷൻ മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു പ്ലീറ്റഡ് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യേണ്ടത്. വേസ്റ്റ് ബാൻഡിനുള്ള മെഷർമെൻറ്റ് ഓൾറെഡി മുറിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മെറ്റീരിയലിൻ്റെ നടുക്കൂന്ന് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെഷർമെൻറ്റ് നോക്കുമ്പം വേസ്റ്റ് ഞാൻ എടുക്കുന്നത് 22 ഇഞ്ചസാണ്. ഇപ്പോൾ 20 ഒക്കെയാണ് നമ്മൾ കറക്റ്റ് അളവ് വരുന്നതെങ്കിൽ 1 or 2 ഇഞ്ച് എക്സ്ട്രാ ഇടാറുണ്ട്. അപ്പോൾ ഞാനൊരു 22 എടുത്തിട്ടുണ്ട്. പിന്നെ പ്ലീറ്റിൻ്റെ വിഡ്ത്ത് അത് നമുക്ക് 1 ഇഞ്ച് or 2 ഇഞ്ച് കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്കിപ്പം മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് നോക്കുമ്പോൾ ഇവിടെ 34 ഓൾമോസ്റ്റ് 35 വരുന്നുണ്ട്. അതിലിപ്പം എനിക്ക് ഈ നടുക്കുന്ന ഇങ്ങനെ ഒരു ജോയിൻറ്റ് ഇടാനുള്ളത് കൊണ്ട് ഒരു 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് 34 എന്ന് കണക്ക് കൂട്ടാം. അപ്പോൾ 34ൻ്റെ 2 പീസ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും ടോട്ടൽ ഇപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്നത് 68 ഇഞ്ചസാണ്. ഈ 68 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് നമ്മൾ മാർജിൻ കുറയ്ക്കണം. അത് ഓരോ സൈഡിലേക്ക് ഓരോ ഇഞ്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് ആകെ ഇനി അവൈലബിൾ ഉള്ളത് 66 ഇഞ്ചാണ്. ഇതിൽ നിന്നാണ് നമുക്ക് പ്ലീറ്റ്സ് ഇൻടേക്ക് ഇങ്ങനെ 2 പോർഷൻ ഉണ്ട്. ഇത് 2 കണ്ടുപിടിക്കേണ്ടത്. അതെന്താണെന്ന് ഞാനിങ്ങനെ ഒരു പേപ്പറിൽ കാണിച്ചു തരാം.
ഞാനിവിടെ ഒരു പേപ്പർ ഇങ്ങനെ പ്ലീറ്റ് എടുക്കുന്നത് പോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഓരോ പ്ലീറ്റിൻ്റെയും വിഡ്ത്ത് 1 ഇഞ്ചാണ്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് 1 ഇഞ്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പിന്നെ ആദ്യം കാണുന്ന 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാർജിനാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 3 പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ മുകളിൽ കാണുന്ന 1 ഇഞ്ച് നമ്മുടെ പ്ലീറ്റും പിന്നെ ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന ഈ ഒരു പോർഷനെയാണ് പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഉള്ളിലേക്ക് എത്രയാണ് മടക്കേണ്ടതെന്നാണ് അറിയാത്തത്. അതാണ് നമ്മൾ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. മാർജിനൊക്കെ കഴിഞ്ഞ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തുണി 66 ഇഞ്ച്. അതിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് റൗണ്ട് 22 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 44 ആണ് കിട്ടുന്നത്. അതിനെ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പ്ലീറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്ലീറ്റ് നമ്മൾ 1 ഇഞ്ചാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മുടെ വേസ്റ്റ് എത്രയാണോ അത്ര തന്നെയാണ് നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടിയ 44നെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2 ആണ്. അതാണ് നമ്മുടെ പ്ലീറ്റ് ഇൻടേക്ക്, അതായത് ഉള്ളിലേക്ക് മടക്കി വിടാനുള്ള പ്ലീറ്റ്. ഇപ്പം നമ്മുടെ തുണി ഇങ്ങനെ നീളത്തിലാണ്, അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. ആദ്യത്തെ 1 ഇഞ്ച് മാർജിന് വേണ്ടി മാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ പ്ലീറ്റിൻ്റെ വിഡ്ത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ എത്രയാണോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത മാർക്കിംഗ് ഇട്ട് കൊടുക്കും. ഈ ഒരു മാർക്കിംഗ് കഴിഞ്ഞാൽ എഗെയിൻ നമ്മുടെ പ്ലീറ്റാണ് വരുന്നത് 1 ഇഞ്ച് പ്ലീറ്റ്, പിന്നെ 2 ഇഞ്ച്, അതുപോലെ 1 2 1 2 ഇങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെയും മാർക്ക് ചെയ്ത് ലാസ്റ്റിലൊരു മാർജിനും കൂടി 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ 2ന് പകരം 2.5 ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം 1 ഇഞ്ച് തന്നെ നമ്മുടെ പ്ലീറ്റിന് വേണ്ടിയിട്ടുള്ളത് എടുക്കും, പിന്നെ 2.5, എഗെയിൻ 1 2.5 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് വരേക്കും പോവുകയാണ് ചെയ്യുക. ഇനി നമുക്ക് തുണിയിൽ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ മെറ്റീരിയൽ ഓൾറെഡി 2 പീസായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നടുക്ക് ഞാനിങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ പേപ്പറിൽ മാർക്ക് ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ഒരു 1 ഇഞ്ച് മാർജിൻ, പിന്നെ 1 ഇഞ്ച് പ്ലീറ്റ്, 2 ഇഞ്ച് പ്ലീറ്റ് ഇൻടേക്ക്, ഇതേ ഒരു കണ്ടിന്യൂഷനായിട്ട് ലാസ്റ്റ് വരേക്ക് ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സപ്പോസ് നമ്മൾ ഈ ഒരു 1 ഇഞ്ചാണ് ഇപ്പോൾ പ്ലീറ്റിൻ്റെ വിഡ്ത്ത് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ 2 ഇഞ്ചായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 22ന് പകരം 11 എടുക്കുള്ളൂ. അതായത് നമ്മളിപ്പോൾ ടോട്ടൽ വേസ്റ്റ് 22 ആണ്, അതിൽ 1 ഇഞ്ച് വെച്ചിട്ടുള്ള പ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് 22 പ്ലീറ്റ് എടുക്കണം. പക്ഷേ 2 ഇഞ്ച് വെച്ചിട്ടുള്ള പ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് 11 പ്ലീറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം ഡിവൈഡ് ചെയ്യുന്നത് 22ന് പകരം 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷനിൽ മാറ്റം വരുന്നത്. അത് ഞാൻ പേപ്പറിൽ അങ്ങനെ എഴുതി കാണിച്ചിട്ടില്ല, എന്നാലും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പ്ലീറ്റ് മുഴുവനും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. മാർക്കിംഗ് അനുസരിച്ചിട്ട് ഞാൻ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡിലെ മാർജിൻ ഒഴിവാക്കിയിട്ട് നമുക്കിവിടെ ഒന്ന് അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് 22 വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേജിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്ലീറ്റ്സ് ഒക്കെ പിടിച്ചിട്ട് അയൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഫിനിഷിങ്. ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പ്ലീറ്റ്സ് അയൺ ചെയ്യുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്കിവിടെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു അഡീഷണൽ ബോർഡർ കൂടി അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഫുള്ള് ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നത്. ഞാനിവിടെ ഒരു ബ്രൊക്കേഡിൻ്റെ ബോർഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പ്ലീറ്റ്സൊക്കെ ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിപ്പം സെറ്റ് സാരിയുടെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഇത്തിരി തിക്നെസ് കുറവാണ്. അപ്പോൾ ഞാനിതിന് ലൈനിങ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സപ്പോസ് ലൈനിങ് ഇല്ലാണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ബാൻഡ് ആഡ് ചെയ്ത് പണി കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ ലൈനിങ് കൂടെ ആഡ് ചെയ്യുന്നത് കാണിക്കുന്നു. ലൈനിങ് എടുക്കുമ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്തിനേക്കാൾ 2-3 ഇഞ്ച് കുറച്ചെടുത്താൽ മതിയാവും. ഇവിടെ ഞാൻ കുറച്ചിട്ടുള്ളത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വിഡ്ത്തും ഇപ്പം നമ്മൾ വേസ്റ്റിനേക്കാളും 3 ഇരട്ടിയാണ് സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. പക്ഷേ ലൈനിങ്ങിന് ഞാൻ 2 ഇരട്ടി തന്നെ എടുത്തിട്ടുള്ളൂ. അതായത് 22 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതിൻ്റെ ഇരട്ടി 44 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പ്ലീറ്റ്സും നമ്മൾ സ്കേർട്ടിന് എടുത്ത പോലെ അളന്നിട്ടൊന്നും അല്ല എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന പ്ലീറ്റ്സിൻ്റെ പുറമെ ഈ തുണി വെച്ചിട്ട് ഏകദേശം നമ്മൾ മറ്റതിന് 1 ഇഞ്ച് വിഡ്ത്തിലാണെങ്കിൽ ഇതൊരു 1.5 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് അതിനോടൊപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുക ചെയ്തിരിക്കുന്നത്. ഇനി പ്ലീറ്റ്സ് തുടങ്ങുന്ന ഭാഗത്ത് 2 സൈഡിലും നമ്മളിങ്ങനെ മാർജിനും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് താഴോട്ട് ഒരു 3 മുതൽ 4 ഇഞ്ച് വരെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വിടുന്നുണ്ട്. ഇത് നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്നതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഓപ്പണിംഗ് ആണ്. അവിടെ നമ്മളിങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 ഭാഗത്തും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സ്കേർട്ടിൻ്റെ വിഡ്ത്തിനേക്കാളും 1 ഇഞ്ച് 2 സൈഡിൽ നിന്നും എക്സ്ട്രാ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യേണ്ടത്. അതുപോലെ വിഡ്ത്ത് നമ്മളൊരു 1.5 ഇഞ്ചാണ് വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി, അതായത് 3 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് എക്സ്ട്രാ മാർജിനും കൂടി ഇട്ട് വേണം കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാൻ സെയിം മെറ്റീരിയൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഇച്ചിരി കട്ടി കുറവായത് കാരണം ഞാൻ 2 ലെയറായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ക്യാൻവാസ് ഉള്ളിൽ ഫിക്സ് ചെയ്യാം. ഞാനത് ക്യാൻവാസ് ഒന്നും ഫിക്സ് ചെയ്യുന്നില്ല.
വെറുതെ ആ മെറ്റീരിയൽ തന്നെ 2 ലെയറായിട്ട് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്കേർട്ടിന് മുകളിലായിട്ട് പാൻറ്റിനുള്ള പീസ് ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനിങ്ങനെ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ സ്കേർട്ടിൻ്റെ നല്ല വശത്തേക്ക് ബാൻഡ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാൻഡിന് നമ്മളിങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ എൻഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള നൂലൊന്നും കാണാത്തത്. ശരിക്കും നമ്മൾ സിംഗിൾ പീസ് വെക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ആ ഒരു മാർജിൻ വരുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു മാർജിൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു മാർജിൻ കുറച്ചൊന്നിങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ ഇവിടെ അങ്ങനെ മാർജിൻ ഇല്ലാത്തത് കാരണം ഞാനിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മറു സൈഡിലും ഇതേപോലെ ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 സൈഡ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നത് ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പം മടക്കിയിരിക്കുന്ന പോർഷൻ നേരെ റിവേഴ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ 2 സൈഡിലും സ്റ്റിച്ചസൊക്കെ ഉള്ളിലേക്ക് പോകും, പുറത്തേക്കൊന്നും വിസിബിൾ ആയിരിക്കില്ല. പിന്നെ കോർണേഴ്സ് നന്നായിട്ട് ഇങ്ങനെ ഷാർപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിസേഴ്സോ നീഡിലോ യൂസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതിയാവും. ഇത് നമ്മൾ ഫുള്ളി കവേർഡ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ചിലരൊക്കെ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് അടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഫിനിഷിങ് നന്നായിട്ട് കിട്ടാറുള്ളത്. ഇനി നമുക്ക് ആകെയുള്ളത് ഈ ലാസ്റ്റ് ഈ ഉള്ളിൽ നിന്ന് ഈ ഒരു ബാൻഡിൻ്റെ മറുവശവും കൂടി ഇതിനോടൊപ്പം ചേർത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ഹൂക്കും അയ്യും ഒക്കെ ഞാൻ മെറ്റലിൻ്റെ റെഡിമെയ്ഡാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ആ ഒരു ഫാബ്രിക് കൊണ്ടുണ്ടാക്കുന്ന ലൂപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും മെറ്റൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിനിയിപ്പോൾ ഫൈനൽ സ്റ്റേജ് നമ്മുടെ ഈ 2 സൈഡ് ക്ലോസ് ചെയ്യലാണ്. ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ റിവേഴ്സ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ടാണ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ലൈനിങ് സെപ്പറേറ്റ് പിന്നെ ഈ ഒരു ഒറിജിനൽ ഫാബ്രിക് സെപ്പറേറ്റ് അങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ 4 ഫാബ്രിക്കും കൂടെ ഒന്നിച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഒറ്റ സ്റ്റിച്ചിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ബാൻഡിന് താഴെയായിട്ട് ഒരു 3 ഇഞ്ചോളം നമ്മൾ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം അങ്ങനെ വിട്ടതിന് ശേഷം ഇവിടെ മുതൽ താഴോട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഭാഗവും നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് കൊടുത്ത ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഹൂക്ക് ലൂപ്പ് അത് നമുക്ക് റെഡിമെയ്ഡ് വെറുതെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്.